ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ബാൽക്കണി ഗാർഡനിങ്ങിന് അതേപോലെ തന്നെ ഗാർഡനിങ് ചെയ്യാൻ പറ്റിയ, അതായത് കുറഞ്ഞ സ്ഥലത്ത് ഗാർഡനിങ് ചെയ്യാൻ പറ്റിയ കുറച്ച് ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. ഇത് ആദ്യമായി തന്നെ നമ്മുടെ സിൻഗോണിയം ചെടിയാണ്. ഇത് ഒത്തിരി നല്ലതാണ് ബാൽക്കണി ഗാർഡനിങ്ങിനും അതേപോലെ തന്നെ ചെറിയ ഒരു കുറഞ്ഞ സ്ഥലത്തൊക്കെ വെക്കാനും ഇൻഡോറിൽ വെക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ചെടിയാണിത്, സിൻഗോണിയം. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, പല കളറുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇത് വേറൊരു ചെടിയാണ്, ഞാൻ ആദ്യം കാണിച്ചതാണ് സിൻഗോണിയം. അത് ഗ്രീൻ വെറൈറ്റി, അതിൻ്റെ പിങ്കും ഉണ്ട്. ഇത് നമ്മുടെ ആഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ബാൽക്കണിയിൽ വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇതിന് ഒരുപാട് അങ്ങ് സ്കോർച്ചിങ് സൺലൈറ്റ് പാടില്ല, എങ്കിലും കുറച്ച് നമ്മുടെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് പറ്റുന്ന നല്ലൊരു ചെടിയാണിത്. ഇതേപോലെയുള്ള ഒരു പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കുന്ന കുറച്ച് ചെടി ആ താഴത്തെ ട്രേയിൽ ഇങ്ങനെ കിടക്കും. അത് നമുക്ക് വീണ്ടും ഈ ചട്ടിയിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. കാരണം നമ്മുടെ ചട്ടിയിൽ നമ്മൾ സാധാരണയായിട്ട് മണ്ണും വളവും എല്ലാം ചേർത്താണല്ലോ നടുന്നത്. അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് വളവും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഈ വെള്ളം നമ്മളെടുത്ത് കളയേണ്ട കാര്യമില്ല. ഈ വെള്ളം നമുക്ക് ഈ ചെടികൾക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കുറഞ്ഞ സ്പേസിലും അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ലേഔട്ട് സൃഷ്ടിക്കാൻ, അതായത് നല്ലൊരു ഗ്രീൻ കവറേജ് നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു സൂപ്പർ പ്ലാന്റാണ് ഇതുപോലുള്ള പാം ചെടികൾ. പാം ചെടികൾ കാണാനും നല്ലതാണ്, അതുപോലെ നല്ല പച്ച നിറത്തിൽ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു ചെറിയ പോട്ട് മതി നമുക്ക് പാം ചെടികൾ നടാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിയ സ്ഥലമൊന്നും വേണ്ട. ഒരു കോർണർ സ്പേസോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസിൽ നിങ്ങൾക്ക് വെക്കാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വെക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ പാം ചെടിയുടെ ചട്ടി പൊട്ടിയതായിരുന്നു. ഇത് റീപോട്ടൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച അതേപോലെ ഇരിക്കുകയാണ്. അത് റീപോട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ചട്ടിയുടെ സൈഡൊന്ന് പൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ബാൽക്കണിയിൽ നല്ലൊരു ഗ്രീൻ കവറേജ് വേണ്ടവർക്ക് ഈ ഒരു പാം ചെടി വെക്കാൻ ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കാര്യം പറയുകയാണ്. സ്നേക്ക് പ്ലാന്റ് ഞാൻ എൻ്റെ കാണിച്ചു തരാം. പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളവും വേണ്ട, നമ്മളെപ്പോഴും ചെന്നതിന് കെയറിങ്ങോ ഒന്നും വേണ്ട, ഇല്ലാതെ തന്നെ എപ്പോഴും നല്ല രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. നല്ലപോലെ പൊട്ടിമുളച്ച് നമ്മുടെ ചട്ടി തിങ്ങി നിറഞ്ഞ് വളർന്നു വരുന്നൊരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തൈ കിളിച്ചു വരുമല്ലോ, അത് നമുക്ക് മാറ്റി നട്ടും ഇതേപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാസ ഇത് ചെയ്തിരിക്കുന്ന ഒരു ചെടിയാണിത്. അതായത് അക്സെപ്റ്റ് ചെയ്ത്, അതായത് ബെസ്റ്റ് ഓക്സിജൻ ഗിവിങ് പ്ലാന്റ്, നല്ല നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. അപ്പോഴത് നിങ്ങൾക്ക് ഇൻഡോറിലും വെക്കാം, അതേപോലെ തന്നെ ബാൽക്കണിയിലും സ്മോൾ സ്പേസിലും ഒക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ്. ഇത് അരേക്ക പാം എന്ന് പറയും. ഈ പാം ചെടി എൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. ഇത് കാരണം ഇത് നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ്. ഇത് നിങ്ങൾക്കിത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് പോട്ടിലും വെക്കാം, ഇല്ലെങ്കിൽ നല്ല മൺചട്ടി കിട്ടുകയാണെങ്കിൽ അതിലും വെക്കാം, ഒരു പ്രശ്നവുമില്ല. അതേപോലെ ഒരുപാട് കെയർ വേണ്ട. പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത, ഒരുപാട് നമ്മുടെ ഈ ഉച്ച വെയിലല്ലേ, നല്ല ഭയങ്കര സ്ട്രോങ് വെയിലൊന്നും അടിക്കരുത്. കാരണം അതടിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലകളുടെ അഗ്രഭാഗം ഇങ്ങനെ അതിന് പറയുന്നത്, ഇലയുടെ അഗ്രഭാഗം നമുക്ക് കാണാൻ സാധിക്കും കരിഞ്ഞു വരുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഈ അരേക്ക പാം പോലെയുള്ള ചെടികൾ ഒത്തിരി അങ്ങ് വെയിലത്ത് കൊണ്ട് വെക്കണ്ട, കുറച്ച് ഷെയ്ഡിലൊക്കെ വെക്കുന്നതാണ് ഒത്തിരി നല്ലത്. അങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഗ്രീനായിട്ട് കിളിച്ചു വരും. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇത് കണ്ടോ, ഇത് ഒരു ചെടി ഇങ്ങനെ വളഞ്ഞ് അതിൻ്റെ തൈ അതിന് വരാൻ സ്പേസ് ഇല്ല, അതിന് ചരിഞ്ഞ് കിടന്ന് ഇങ്ങനെ വളർന്നു വന്നതാണ്. ഒത്തിരി നല്ല. ഇതിൻ്റെ അടിയിലൊക്കെ ട്രേ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാൽക്കണിയിലായാലും നമ്മുടെ സിറ്റ് ഔട്ടിലാണെങ്കിലും ചെടികൾ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ അടിയിൽ നമ്മളൊരു ചെറിയൊരു ട്രേ വെച്ച് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് കിടക്കും. എസ്പെഷ്യലി ഈ ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം താഴേക്ക് വന്ന് അത് ആ സ്ഥലം മുഴുവൻ അഴുക്കാവുകയും, അതുപോലെ തന്നെ ഇത് കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ നിന്ന് മണ്ണും വന്ന് അത്രയും ഭാഗത്തൊരു മണ്ണും ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കും. തെന്നി വീഴാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ അടിയിൽ നിങ്ങൾ ചെടി വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു ട്രേ വെച്ച് കൊടുക്കണം.
പിന്നെ ഈ ഒരു ചെടിയുടെ പേരെനിക്കറിയത്തില്ല. ഇതിൻ്റെ ഈ നമ്മുടെ അഗ്ലോണിമയുടെ കൂടെ കിളിച്ച് വരികയാണ്. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നറിയാം. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ബാൽക്കണിയിലും നമുക്ക് വേറെ ഒരുപാട് ചെടികളുണ്ട്. ഇതിൽ കുറച്ച് ചെടികൾ മാത്രമേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി ടൈമുള്ളപ്പോൾ ഇനി വേറെ വീഡിയോകളിലായിട്ട് ഞാൻ വേറെ കുറച്ച് ചെടികളും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് ഒരു ഇൻഡോർ പോട്ടിൻ്റെ അകത്ത് ഞാൻ വെച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാൽക്കണിയിലുള്ള കുറച്ച് ചെടികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചെടികൾ മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഒരുപാട് ചെടിയുടെ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് ചെടികൾ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്മോൾ സ്പേസിൽ ബാൽക്കണിയിലൊക്കെ നിങ്ങൾക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാൻ പറ്റും. ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടുന്നതും ഒത്തിരി നല്ലതാണ്, കാണാൻ ഒന്നുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ കമൻറ്റ് ചെയ്യാനും. ബൈ.